പിന്നെ ഇവർ ഈ പ്രോട്ടീനിൽ തെർമോജനിക് ഏജൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രോട്ടീൻ്റെ വേറൊരു പ്രത്യേകത. അതിൻ്റെ ഒരു എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള എനർജി തരുന്നു. ആ എനർജി പോവാതെ, അതായത് പറ്റാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫാറ്റ് ലോസ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു 5% ഫാറ്റാണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്ത് ബേൺ ചെയ്യുന്നതെങ്കിൽ, ഈ പ്രോട്ടീൻ കഴിച്ചിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു 25 to 35% ഫാറ്റ് ഒറ്റയടിക്ക് ബേൺ ആയി പോകും ഓരോ തവണ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഈ നമ്പേഴ്സൊക്കെ, അല്ലാതെ ഇതാണ് കറക്റ്റായിട്ടുള്ളതെന്നല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെർമോജനിക് ഏജൻസ് ഉള്ള പ്രോട്ടീൻ ഫാറ്റ് ലോസ് കൂട്ടും എന്ന് കരുതി ഇത് കേട്ട ബാധി നാളെ പോയിട്ട് അണ്ണ ഒരു തെർമോജനിക് ഏജൻസ് ഉള്ള ഒരു പ്രോട്ടീൻ എണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവൻ അവൻ്റെ അണ്ണൻ്റെ എണ്ണ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി ആട്ടി വിടും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക. നിങ്ങളുടെ റേഞ്ച് അനുസരിച്ചുള്ള സേഫ് ആയിട്ടുള്ള പ്രോട്ടീൻ ഞാൻ പിക്ക് ചെയ്ത് തരാം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് മസിൽ മാച്ച് കാർണിവോറസ് ഷ്രെഡ് എന്ന എൻ്റെ പുതിയ പ്രോട്ടീൻ്റെ വിശേഷങ്ങൾ. ഇതൊരു റിവ്യൂ അല്ല. ഇതിൻ്റെ റിവ്യൂ ഒരു മാസത്തിന് ശേഷം ഇവർ ഈ പ്രോട്ടീനെ പറ്റി തട്ടിവിട്ടതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.